ഞാൻ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു കോണ്ടന്റ് ആയിരുന്നു നമ്മുടെ ആറാട്ടണ്ണനെ വനിതാ വിനീത തിയേറ്ററിൽ നിന്ന് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട സീന്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ചധികം തിരക്കുകൾ ഉള്ളത് കൊണ്ട് ഇന്നലെ രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചു, ഇന്ന് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരമായി. എന്താണെങ്കിലും ഇനി അങ്ങോട്ട് ചെയ്യുന്ന പരിപാടി. വനിതാ വിനീത തിയേറ്റർ ഫേമസ് ആക്കിയത് ആറാട്ടണ്ണനാണോ അല്ലെങ്കിൽ അലൻ ജോസ് പെരേരയാണോ അല്ലെങ്കിൽ അതുപോലെ വരുന്ന ഓരോ അണ്ണന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാനിപ്പോൾ ഇന്നലെ മുതൽ ആറാട്ടണ്ണൻ്റെ കുറേ ചാനലിൽ വന്ന വീഡിയോസ്, അലൻ ജോസ് പെരേര ഇതിന് ഒരു റിയാക്ഷൻ കൊടുക്കുന്നത്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതിനൊക്കെ കമന്റ് ബോക്സിനകത്ത് ആറാട്ടണ്ണനെയും അലൻ ജോസ് പെരേരനെയും ബാക്കിയുള്ളവരെയൊക്കെ നാട്ടുകാർ വൻ തെറിവിളി, ഇതിൽ റിയാക്ഷൻ പറഞ്ഞ ഒപ്പീനിയൻ പറയുന്നവരും ഇവരെ മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, വിഡ്ഢികളാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട്. എല്ലാവരോടും കൂടി ഒരൊറ്റ ചോദ്യം, ഇവിടെ ഏതെങ്കിലും ഒരു പ്രശസ്ത നടന്റെയോ നടിയെയോ ഒരു വീഡിയോ ഈ ഓൺലൈൻ ചാനലുകൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചീത്ത വിളിക്കാനോ നല്ലത് പറയാനോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ആർക്കാ? നിങ്ങൾ ഈ മണ്ടന്മാര്, പൊട്ടന്മാര്, വിഡ്ഢികള് എന്ന് വിളിക്കുന്ന അലൻ ജോസ് പെരേരയ്ക്കും ഈ പറഞ്ഞ ആറാട്ടണ്ണനും അല്ലേ? ആണോ അല്ലേ? ഇനി തിയേറ്റർ ഫേമസ് ആയ ഒരു കാര്യം, ഈ തിയേറ്ററിൽ ഓൾറെഡി കുറെ കാലങ്ങളായിട്ട് ഓൺലൈൻ ചാനൽസ് അവിടെ പ്രിവ്യൂ ഷോ, ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇറങ്ങുന്ന ദിവസം ഒരു സ്പെഷ്യൽ ഷോയോ സിനിമയുടെ ആളുകൾ വെക്കുമ്പോൾ അതിൽ അഭിനയിച്ച നടന്മാരും നടിമാരും വരുമ്പോൾ ബൈറ്റ് എടുക്കാൻ പോയി നിൽക്കുന്നതും പെയ്ഡ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓൺലൈൻ ചാനൽസിനെ കൊണ്ടുപോയി നിർത്തുന്ന സ്കീമും ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെ ഇടയിലും ഈ തിയേറ്റർ ഫേമസ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഈ തിയേറ്റർ ഫേമസ് ആയത്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മലപ്പുറത്തുള്ള ഒരാളാണ്, വനിതാ വിനീത തിയേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റാമ്പിങ് വന്നത് ഈ ആറാട്ടണ്ണനോ അലൻ ജോസ് പെരേരയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ അണ്ണന്മാരെ അവിടെ ഇറക്കിയത് കൊണ്ടോ അവരവിടെ ഇറങ്ങിയതോ കൊണ്ടും കൂടിയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് കിടക്കുന്ന ആളാണ്, കാസർഗോഡ് കിടക്കുന്ന ഒരാള് വനിതാ വിനീത തിയേറ്ററിനെ കുറിച്ച് എങ്ങനെയാ അവരറിഞ്ഞേ? ഓൺലൈൻ മീഡിയാസ് ഈ പറഞ്ഞ അണ്ണന്മാരുടെ വീഡിയോസ് എടുത്ത് അവരെ കളിയാക്കിയിട്ടോ അവർ ഊക്കിയിട്ടോ അവരെന്ത് ചെയ്തിട്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ആക്കി ഇടുമ്പോൾ മില്യൺ വ്യൂസ് കിട്ടാൻ തുടങ്ങി. നാട്ടുകാർ തെറി വിളിക്കുക, നല്ലത് പറയുക, വാട്ട് എവർ ഇറ്റ് ഈസ്. സിനിമാക്കാർക്ക് അവരുടെ സിനിമയുടെ പ്രൊമോഷൻ നടക്കണം. എൻഡ് ഓഫ് ദ ഡേ ആ പരിപാടി വനിതാ വിനീത തിയേറ്ററിലൂടെ നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് ഇവരിലൂടെയാണ്. അതിന് ഓൺലൈൻ മീഡിയാസിനെ കൃത്യമായിട്ട് ഇവിടുത്തെ സിനിമാക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ റിയാലിറ്റി. ഓക്കെ, ഇനി ആറാട്ടണ്ണന്റെ സീനി അവിടെ പ്ലേ ചെയ്യാം. ഞാൻ പ്രാന്തനാണ്, എന്റെ റിവ്യൂ എടുക്കരുത്. ഞാൻ പ്രാന്തനാണ്, എന്റെ റിവ്യൂ എടുക്കരുത്. ആ ഓണർ പറഞ്ഞാ ഞാൻ പ്രാന്തനാണ്, ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കാൻ പാടില്ല. ഈ തിയേറ്റർ എങ്കിലും ഫേമസ് ആയതാ. പിന്നെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയത് ആരാണ്? കേരളത്തിലുള്ള ആറാട്ടണ്. ഇന്ന് ആറാട്ടനെ ആർക്കും വേണ്ട. ആ പ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. ആരാ പറഞ്ഞേ? ആ ഓണർ. അവന്റെ തിയേറ്റർ ഫേമസ് ആയത് എങ്ങനെയാ? ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം നടന്നിട്ടുണ്ടോ? പിന്നെ ആറാട്ടനെ ആർക്കും വേണ്ട. ആറാട്ടൻ പ്രാന്തനാണ്, പ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട. കണ്ട പ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുത്. നന്ദിയുണ്ടോ ലാറി? നന്ദിയുണ്ടോ എനിക്ക്? ഭ്രാന്തന്മാര് റിവ്യൂ എടുക്കരുത്. ഞാൻ ഭ്രാന്തനായിപ്പ ഒരു കാറില്ല, എന്നെ ഭ്രാന്തനാക്കി. എനിക്ക് കേസ് കൊടുക്കാടാ. നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റിയിരിക്കുക. ഇനി വരോ? ഇനി തിയേറ്ററിലേക്ക് വരോ? ആര് വരാൻ പോളൂ? ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതാണ്. ഞാനിപ്പോ ഭ്രാന്തനായി. എനിക്ക് വേണേ മാനസിക കേസ് കൊടുക്കാം. മാനസിക കേസ് കൊടുക്കാം. എന്നെ ഭ്രാന്തൻ വിളിച്ചേണ്ട. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുതാണ്. ഞാനും കൊടുക്കില്ല. ഇനി വന്ന തിയേറ്ററിലേക്ക് ഇല്ല. ഇവന്റെ തേർഡ് തിയേറ്ററിലേക്ക് ആശു വരണം. ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കരുത്. ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയാണ് ഞാൻ കേരളത്തിലാണ്. ഓൺലൈൻ മീഡിയ പൊങ്ങിയത് എന്തിലൂടെയാണ്. ഈ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്തിലൂടെയാ. എന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ട. ഞാൻ ഭ്രാന്തനായി. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കണ്ട. ഞാനല്ലേ നീ കൊണ്ടില്ല. ആറാട്ടണ്ണൻ പറയുന്ന കാര്യങ്ങളിൽ എന്താ പറയാ, കംപ്ലീറ്റ്ലി ആണ് തള്ളിക്കളഞ്ഞ് ആറാട്ടണ്ണൻ പറയുന്നത് അല്ല അങ്ങനെയല്ല തിയേറ്റർ ഫേമസ് ആയെന്നോ അങ്ങനെയൊന്നും പറയാൻ എനിക്ക് തോന്നുന്നത് അത് 100% പറഞ്ഞു ഒഴിവാക്കാൻ പറ്റില്ല.
ഒരു പരിധി വരെ ആറാട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ആറാട്ടെണ്ണൻ ഫേമസ് ആയതിനു ശേഷം എത്ര അണ്ണന്മാർ അവിടെ വന്നുപോയി, എത്ര ആളുടെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ആട്ടുംതോലിട്ട ചെന്നായയുടെ പരിപാടി കാണിക്കുന്നത് ഓൺലൈൻ മീഡിയാസ് തന്നെയാണ്. ഇവരവിടെ പോയിട്ട് ഈ വന്ന് കയറുന്ന അണ്ണന്മാരെ മൊത്തം സ്ക്രൂ കയറ്റി തിരിപ്പിച്ച് വിടും. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ വന്ന് കയറുന്ന ആളുകൾക്ക് ഒന്നില്ലെങ്കിൽ മൈൻഡിൽ ഫേമസ് ആവണമെന്നോ അല്ലെങ്കിൽ വൈറലാവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി അവർ വരുന്നത്. അങ്ങനെ വരുന്ന ആളുകളെ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓൺലൈൻ മീഡിയ ആണ്. തെറി ഏൽപ്പിക്കുന്നത് ഓൺലൈൻ മീഡിയ തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു സിനിമാക്കാര് വേഷം കെട്ടിച്ച് എത്ര പേരെ എത്ര അണ്ണന്മാരെ അവിടെ വേണമെന്ന് വെച്ച് ഉണ്ടാക്കിച്ചിറക്കിയിട്ടുണ്ട്. ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഓർഗാനിക്കലി വരുന്ന ഈ ആറാട്ടെണ്ണ പോലെയുള്ള ആളുകൾ മാത്രമല്ല വനിതാ തിയേറ്ററിലുള്ളത്. വനിതാ വിനീത തിയേറ്ററിനകത്ത് ഈ സിനിമാക്കാര് കാശ് കൊടുത്ത് കോസ്റ്റ്യൂം ഇട്ട് ഇറക്കുന്ന അണ്ണന്മാരും കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതും നാട്ടുകാരുടെ മുന്നിലേക്ക് ഈ ഓൺലൈൻ മീഡിയാസ് കാണിച്ച് ഇതൊക്കെ PR വർക്കിന്റെ ഭാഗമായിട്ട് കാശ് മേടിച്ച് തന്നെ കുറെ ചാനലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ആറാട്ടെണ്ണന്റെ കേസിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ആറാട്ടെണ്ണൻ ഒരു സിനിമ കണ്ടു, വടക്കം വീരാതെ തോന്നുന്നു. പടം കണ്ടതിന് ശേഷം ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് റിവ്യൂ പറയാൻ വേണ്ടി പോയി നിന്ന ടൈമില് ഓണറാണ് എന്നാണ് ആറാട്ടെണ്ണൻ പറയുന്നത്. പക്ഷെ ഓൺലൈൻ മീഡിയാസിനും വ്യക്തമല്ല ഈ ഭ്രാന്തൻ എന്ന് ഇയാളെ വിളിച്ചത്. ഡയറക്റ്റ് ആയിട്ട് ഒരാളെ മുഖത്ത് നോക്കി ഭ്രാന്തൻ എന്ന് വിളിച്ചതായിട്ട് അവർക്ക് ആർക്കും അറിയില്ല. ചാനലുകാരോട് ഈ ഭ്രാന്തന്റെ റിവ്യൂ എടുക്കണ്ട, ഈ ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കണ്ട എന്നുള്ള ഒരു സംഗതി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പോലീസ് കേസോ സംഗതിയായിട്ടൊന്നും ആറാട്ടെണ്ണൻ എന്താണെങ്കിലും ഇതിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പോവാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരാളെ ഭ്രാന്തൻ എന്നോ അല്ലെങ്കിൽ ഒരാളെ പൊട്ടൻ എന്നൊക്കെ പബ്ലിക്കലി പറയുന്നുണ്ടെങ്കിൽ, പബ്ലിക്കിന് മുന്നിൽ വെച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെ ആ വനിതാ വിനീത തിയേറ്ററിന്റെ ഓണർക്ക് തോന്നുകയാണ് അയാളുടെ തിയേറ്ററിലേക്ക് ഇനി ഇങ്ങനത്തെ റിവ്യൂ വേണ്ട, ഓൺലൈൻ മീഡിയാസിനെ കയറ്റണ്ട, അല്ലെങ്കിൽ അയാൾ ഈ പറഞ്ഞ റിവ്യൂ കൊടുക്കുന്ന ആളുകളെ അയാൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാലോ. അതിന് നമുക്ക് പോലീസുകാരോട് പറയാം, ഇല്ലെങ്കിൽ സെക്യൂരിറ്റീനെ വെക്കാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്, സാനിയ അയ്യപ്പൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതാ വിനീത തിയേറ്ററിലേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. ബിക്കോസ് ഇതേപോലെ കുറെ അണ്ണന്മാരുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ ഒരു പേടി. അപ്പൊ വനിതാ വിനീത തിയേറ്ററിന് ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇതേപോലെ റിവ്യൂ കൊടുക്കുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യണം. മേ ബി അതിന്റെ ഭാഗമായിട്ട് മീഡിയാസിനോട് ഓൾറെഡി പറഞ്ഞു കാണും. അലൻ ജോസ് പെരേരയോ ഈ പറഞ്ഞ ആറാട്ടെണ്ണനോ അല്ലെങ്കിൽ അങ്ങനെ കുറെ കിംബോ, ഈ അമേസിങ് അണ്ണൻ, കുറെ അണ്ണന്മാരുണ്ട്. ഇവരെ ആരുടെയും ബൈറ്റ് എടുക്കണ്ട അല്ലെങ്കിൽ ഇവരാരെയും എന്റർടൈൻ ചെയ്യണ്ട എന്നുള്ള കാര്യം ചിലപ്പോൾ തിയേറ്ററിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു കാണണം. കാരണം ക്രെഡിബിലിറ്റി ലൂസ് ആവുന്നുണ്ട് തിയേറ്ററിന്. പക്ഷെ ഞാൻ പറയുന്നു, ഈ ആറാട്ടെണ്ണം പറഞ്ഞൊരു സീനുണ്ടല്ലോ, തിയേറ്റർ ഫെയിം ആയത് അവർ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സൈഡിലുള്ളതാണ്, റിയാലിറ്റി എക്സിസ്റ്റിംഗ് ആണ്. മനസ്സിലായോ? വനിതാ വിനീത തിയേറ്റർ അവിടെ കാലങ്ങളായിട്ടുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. അതിൽ പ്രിവ്യൂ ഷോസ് നടക്കാറുണ്ട്, ഇല്ലെങ്കിൽ FDFS ഷോസ് ഭയങ്കര സെലിബ്രിറ്റീസിനെ വെച്ച് നടക്കാറുണ്ട്. പക്ഷെ ഇതിനൊന്നും കിട്ടാത്തൊരു ഹൈപ്പാണ് ഈ അണ്ണന്മാരെ കൊണ്ട് ആ തിയേറ്ററിന് ഇത്ര കാലം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവരൊരു ബാധ്യത അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലായപ്പോൾ അല്ലെങ്കിൽ ആയപ്പോൾ ഓക്കെ, എന്താണെങ്കിലും അത് കട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ച് കാണണം. എന്താണെങ്കിലും അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവരുടെ റിവ്യൂ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി അറിയുന്നിടത്തോളം ഈ ആറാട്ടെണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ കുറെ അണ്ണന്മാരെ ഞാൻ കാണുന്നുണ്ട്, ഈ പെരേര അടക്കം കുറെ ആൾക്കാരുടെ വീഡിയോസ് നിങ്ങളെ പോലെ തന്നെ ഞാനും കാണുന്നുണ്ട്. എനിക്ക് ഈ ആറാട്ടെണ്ണനെ പേഴ്സണലി അറിയാം. ഇയാൾ ഇതൊന്നും ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഇയാൾക്ക് ഫെയിം വേണമെന്ന് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ബാക്കി എല്ലാവരെ പോലും ഫെയിം വേണം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇതിൽ നിന്നൊരു രൂപ ഉണ്ടാക്കിയിട്ടോ ഇപ്പോൾ പെരേരയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു വീണ്ടും പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആറാട്ടെണ്ണം ഇതിനകത്ത് നിന്നും ഒരു പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഇയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുന്നത് വനിതാ വിനീത തിയേറ്ററിനും അല്ല ഇയാൾ കംപ്ലീറ്റ് പടം കാണുന്നത്. ഇയാൾ എന്ത് ചെയ്യും, ഇവിടെ പോകും, ലുലു മോളിൽ പോയിട്ട് പടം കാണും, എന്നിട്ട് അവിടുന്ന് നേരെ തിരിച്ച് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് നേരെ വനിതാ വിനീതയ്ക്ക് വരും. ഇവിടെയാണ് ഓൺലൈൻ ചാനൽസ് ഉള്ളത്. ഇയാൾക്ക് ബേസിക്കലി ഫെയിം എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട്, അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അയാൾക്കും ഉണ്ട്. പക്ഷെ ഒരു ഉപദ്രവകാരിയായിട്ട് എനിക്ക് പേഴ്സണലി ഈ മനുഷ്യനെ ഫീൽ ചെയ്തിട്ടില്ല കമ്പയറിങ് ടു അതേഴ്സ്. ബാക്കിയുള്ള അണ്ണന്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് കുറച്ചൊക്കെ എന്താ പറയാ, ഒരുമാതിരി നമുക്ക് തന്നെ ചളിപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ എന്തോന്നട എന്നുള്ളൊരു തോന്നൽ തോന്നും. പക്ഷെ ആറാട്ടെണ്ണൻ കൂട്ടത്തിൽ ഏറ്റവും മെച്ചമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ പേഴ്സണലി പറയും. അത് എൻ്റെ പേഴ്സണൽ തോട്ടാണ്. ഓക്കെ, ഒരു അയ്യോ പാവമാണ് ഈ സാധനം.
ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മണ്ടൻ പൊട്ടൻ, ഇപ്പൊ നമ്മളെ ആണെങ്കിലും ഭ്രാന്തനോ മണ്ടനോ പൊട്ടനോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു ദേഷ്യം ഉണ്ടല്ലോ, ഒരു എക്സ്ട്രാ നമുക്കൊരു സാധനം കയറും. അതാണ് അങ്ങേർക്ക് വന്നത്. പിന്നെ എല്ലാരും ഈ പറയുന്ന പോലെ വനിതാ വിനീത തിയേറ്ററും ഇവരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, വനിതാ വിനീത തിയേറ്റർ ഹിറ്റായത് ഇവരിലൂടെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവർ, നിങ്ങൾ തന്നെ എത്ര വീഡിയോ നിങ്ങൾ വനിതാ വിനീത എന്ന് പറഞ്ഞിട്ട് ഇവർ ആ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ആ വീഡിയോസിന്റെ വ്യൂവർഷിപ്പ് ആലോചിച്ച് നോക്ക്. കേരളം മൊത്തത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, വനിതാ വിനീത കൊച്ചിയിലെ തിയേറ്റർ ഒരു പരിധി വരെ കോമാളിത്തരം കാണിച്ചിട്ടാണെങ്കിലും ഈ പറഞ്ഞ ഫാൻസി ഡ്രസ്സ് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന എന്ത് രീതിയിലുള്ള സാധനങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും പ്രമോഷൻ ഇവരിലൂടെ തന്നെ നടത്തിയിട്ടാണ് ആ തിയേറ്ററിനും ഫെയിമിനും ഒരു പങ്ക് കിട്ടിയിട്ടുണ്ട്. അതിവിടെ ഉള്ളതാണ്. അതില്ലാതെ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. ഓക്കെ, ഇനി കുറേ പേര് ഞാൻ കണ്ടു ഇവരൊക്കെ ആവശ്യമുണ്ടോ, ഇവരെന്തിനാണ്, പിന്നെ എന്തിനാണ് സിനിമ. ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി കുറേ നടന്മാർ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി വരുമ്പോൾ ഈ ആറാട്ടെണ്ണ കയ്യും കൊടുത്ത്, ആറാട്ടെണ്ണ സിനിമയുടെ റിവ്യൂ പറ, ആറാട്ടെണ്ണ ഈ സിനിമയെ കുറിച്ച് പറ. ഇവരെന്നെ അന്ന് തോളത്ത് കൈയിടും. 2 ദിവസം കഴിഞ്ഞ് ആറാട്ടെണ്ണ, എടാ പൂറാട്ടെണ്ണ പോടാ, എടാ കൂറാട്ടെണ്ണ പോടാ പറഞ്ഞിട്ട് തട്ടിയും കളയും. വേറെ ഏതെങ്കിലും ഇന്റർവ്യൂ പോകുമ്പോൾ ആറാട്ടെണ്ണ ഏത് ആറാട്ടെണ്ണം എന്ന് ചോദിക്കും. അവരവരെ കാര്യത്തിന് യൂസ് ചെയ്യാനും കഴിയുമ്പോൾ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയാനും ഒക്കെ ഇവർക്ക് സിനിമാക്കാർക്ക് നന്നായിട്ട് അറിയാം. ആറാട്ടെണ്ണ പോലുള്ള ആളുകൾക്ക് ഫെയിം വേണം എന്നുള്ളൊരു കാരണം ഉള്ളത് കൊണ്ടും ഇവർക്കിത് മനസ്സിലാവാത്തത് കൊണ്ടും ഇവരിതേപോലെ നാട്ടുകാരെ തെറിയും കേട്ട് ഊക്കുവിളിയും കേട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഓൺലൈൻ മീഡിയാസ് നിങ്ങൾ ആലോചിച്ചു, ഓൺലൈൻ മീഡിയാസിന് അത്യാവശ്യം എന്നല്ല അതിൽ കൂടുതൽ ഒരു ശനിയും ഞായറും ഇവരിലൂടെ എന്ത് കിട്ടുന്നുണ്ട്, വ്യൂവർഷിപ്പ് വരുന്നുണ്ട്. ഇവരോട് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും, സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇവർ വായ തോന്നിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അത് നാട്ടുകാരുടെ മുന്നിൽ എത്തുന്നുണ്ട്. വീണ്ടും വ്യൂവർഷിപ്പ് ഗോസ് ടു ഹൂം? ഈ ഓൺലൈൻ ചാനൽസ് ആണ്. മനസ്സിലായോ? അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ബലിയാടാവുക എന്നുള്ളൊരു പരിപാടി. അങ്ങനെ ആയ ഒരാളെ പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ ചങ്ങായിന് തോന്നിയിട്ടുള്ള ഈ ആറാട്ടൻ തന്നെ. എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ആളുകൾ ഭ്രാന്തനും പൊട്ടനും മണ്ടെന്നൊക്കെ വിളിച്ച് കളിയാക്കുമ്പോൾ എനിക്കതിന് കൈയടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ലടേ. കാരണം എനിക്കിപ്പോഴും അങ്ങേരെ അറിയാം, പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാം. അയാൾ ഈ പറഞ്ഞ മണ്ടൻ പൊട്ടൻ ഭ്രാന്തൻ വിളികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് തിയേറ്ററിൽ വേണ്ടേ, അയാളോട് വരണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ വരില്ല. അയാളെ നിങ്ങൾ ബാൻ ചെയ്തേക്ക് തിയേറ്ററിൽ നിന്ന്. തിയേറ്ററിൻ്റെ ഓണർ പറഞ്ഞേ നീ ഈ തിയേറ്ററിൽ വരരുത് പറഞ്ഞാൽ പിന്നെ വരില്ലല്ലോ, അയാൾ പോയല്ലോ ആ വഴിക്ക്. എന്താണെങ്കിലും ഒരു എന്താ പറയുക, കുറേ ആളുകൾ ചേർന്നിട്ട് ഇപ്പം ഇങ്ങനെ ഇയാൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് പൊട്ടനാണ് ഈ കമൻറ്റ് ബോക്സിലും വീണ്ടും അവസാനം എടേ എല്ലാവരും ഇതിലും ഇപ്പം ഇവർ മണ്ടത്തരം കാണിക്കുകയാണെന്ന് പറയുന്നവരോട് ഇവർ മണ്ടത്തരം കാണിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ കുറേ മണ്ടത്തരവും പൊട്ടത്തരവും കാണിച്ച് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. ഇവിടെ റമ്മിയും മറ്റേ പൈസ ഇരട്ടിപ്പും ബാക്കി പരിപാടിയും കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന എത്രയോ ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ. ഇവരെ നോക്കുമ്പോൾ അവരല്ലേ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. ജനങ്ങളിലേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വൃത്തികെട്ട ആപ്പുകളും ഈ പറഞ്ഞ പൈസ പോകുന്ന തട്ടിപ്പുകളും പ്രൊമോട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, അവരത്ര ഡേഞ്ചറൊന്നും അല്ല ഈ പറഞ്ഞ ആളുകൾ. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ആളുകളെ വളർത്തിയത് മീഡിയയാണ്. ഇവരിലൂടെ ആ തിയേറ്ററും വളർന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇവരെ എല്ലാവരും ഒരുമാതിരി മറ്റേ ആംഗിളിൽ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അവർ ചാഞ്ഞ് നടക്കുന്നവരെ അവരെ മേത്ത് ആരും ഓടിക്കയറാന്നുള്ളൊരു ഫീലാണ് എല്ലാവർക്കും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിനോട് എനിക്ക് താല്പര്യമില്ല.